ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. പല രോഗങ്ങളും രോഗാണുക്കളുടെ ആക്രമണം കൊണ്ടുണ്ടാകുന്നതാണെന്ന് തെളിയിച്ച മഹാനായ ലൂയി പാസ്റ്ററെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മൈക്രോബയോളജി എന്ന ശാസ്ത്ര ശാഖയുടെ സ്ഥാപകനായി ലൂയി പാസ്റ്ററെ ലോകം അംഗീകരിക്കുന്നു. അതോടൊപ്പം അണുജീവികൾ തനിയെ ഉണ്ടാവുന്നവയാണെന്ന സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിക്കുകയും ചെയ്തു. അദ്ദേഹം 1822 ഡിസംബർ 27 ഫ്രാൻസിലെ ദോലെ എന്ന പട്ടണത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു പാസ്റ്ററുടെ ജനനം. ചെറുപ്പത്തിൽ ചിത്രകാരനാകണം എന്ന് ആഗ്രഹിച്ചുവെങ്കിലും ശാസ്ത്രജ്ഞനായ ഡ്യൂമയുടെ പ്രസംഗം കേട്ടതോടെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ശാസ്ത്രത്തിലേക്ക് തിരിഞ്ഞു. പാസ്റ്റർ ആദ്യം പഠിച്ചത് ചില ജൈവ സംയുക്തങ്ങളുടെ ഘടനയെക്കുറിച്ചാണ്. ഇതോടെ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായി പാസ്റ്റർ മാറി. ലൂയി പാസ്റ്റർ ജോലിക്ക് ചേരുന്ന കാലത്ത് ലില്ലി പട്ടണത്തിലെ വീഞ്ഞു വ്യവസായം വൻ തകർച്ചയിലായി. വീഞ്ഞാക്കാൻ വച്ച പഞ്ചസാര ലായനി പുളിച്ചു പോകുന്നതായിരുന്നു പ്രശ്നം. ഇതിനൊരു പരിഹാരം കാണാൻ വിത്തുണ്ടാക്കുന്നവർ ലൂയി പാസ്റ്ററെ സമീപിച്ചു. പഞ്ചസാരയിൽ നിന്നും വീഞ്ഞുണ്ടാക്കുന്നത് സ്വയം നടക്കുന്ന രാസപ്രവർത്തനമാണെന്നായിരുന്നു അതുവരെയുള്ള ധാരണ. എന്നാൽ ഈ ഈസ്റ്റുകൾ എന്ന ഏകകോശ സസ്യങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് പാസ്റ്റർ തെളിയിച്ചു. ഫ്രാൻസിലെ പട്ടുനൂൽ പുഴുക്കളെ ബാധിച്ച പകർച്ചവ്യാധിക്കും പാസ്റ്റർ പരിഹാരം കണ്ടെത്തി. പകരം പുതിയ ഒരിനം പട്ടുനൂൽ പുഴുക്കളെ വളർത്തി പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. പേപ്പട്ടി വിഷത്തിന് പ്രതിവിധി കണ്ടെത്തിയതാണ് മനുഷ്യരാശിക്ക് ലൂയി പാസ്റ്റർ നൽകിയ ഏറ്റവും വിലപ്പെട്ട സംഭാവന. പേപ്പട്ടി കടിച്ച ജോസഫ് മിഷർ എന്ന കുട്ടിയിലാണ് അദ്ദേഹം തൻ്റെ അത്ഭുത മരുന്ന് ആദ്യമായി പരീക്ഷിച്ചത്. അത് വിജയിച്ചു. 1882 ഈ സംഭവം. 47-ാം വയസ്സിൽ അസുഖം ബാധിച്ച് ക്ഷീണിതനായിട്ടും പാസ്റ്റർ ഗവേഷണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ 1895 സെപ്റ്റംബർ 28 ആ പ്രതിഭാശാലി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു.